വിശദമായി നോക്കാം. ഖത്തർ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഖത്തറിന് നേരെ നടന്ന ആക്രമണത്തിനും ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിനും ഖേദം പ്രകടിപ്പിക്കുന്നതായി നെതന്യാഹു പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് ഖേദപ്രകടനം നടത്തിയത്. ഇസ്രായേൽ മാപ്പ് പറയാതെ ഇനി മധ്യസ്ഥ ചർച്ചയ്ക്കില്ലെന്ന് ഖത്തർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഇപ്പോഴും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച പുരോഗമിച്ചു വരികയാണ്. അതിനിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് നെതന്യാഹു ഖേദപ്രകടനം നടത്തിയത്. ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണോ ഉണ്ടായത്? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഈ ആക്രമണം നടന്ന് ദിവസങ്ങൾ, ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും ഒരു ഖേദപ്രകടനം നടത്താനുള്ള ഒരു മനസ്സാക്ഷിയും നെതന്യാഹുവിനോ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനോ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഹമാസിന്റെ നേതാക്കൾ എവിടെയായിരുന്നാലും, ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ആക്രമണം നടത്തും. ആക്രമണം നടത്താനുള്ള എല്ലാ അവകാശവും തങ്ങൾക്കുണ്ട് എന്ന അർത്ഥത്തിൽ ഈ ഖത്തറിന്റെ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഒരു നെതന്യാഹുവിനെ ആയിരുന്നു പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. നിരന്തരമായിട്ട് ഈ ആക്രമണത്തെ ഹമാസിന്റെ നേതാക്കൾക്കെതിരെ നടന്ന ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും ന്യായീകരിക്കാൻ തങ്ങളുടെ ഭാഗത്ത് എല്ലാ ന്യായവുമുണ്ട് എന്ന ഒരു നിലപാട് കൂടിയായിരുന്നു നെതന്യാഹു സ്വീകരിച്ചത്. പക്ഷേ ഇന്നിപ്പം വൈറ്റ് ഹൌസിൽ പിന്നിട്ട 1.5 മണിക്കൂറായി തുടരുന്ന ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഖത്തർ പ്രധാനമന്ത്രിയുമായിട്ട് നെതന്യാഹു ടെലിഫോണിൽ സംസാരിക്കുന്നതും മാപ്പ് അഭ്യർത്ഥിക്കുന്നതും. ഇസ്രായേലിന് വേണ്ടി താൻ ഖത്തർ ജനതയോടും ഖത്തറിനോടും മാപ്പ് ചോദിക്കുന്നതായിട്ട് നെതന്യാഹു അറിയിച്ചതായിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ട ആ സാഹചര്യത്തിലും തങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്. അത് ഈ ഘട്ടത്തിൽ താൻ പ്രകടിപ്പിക്കുകയാണ് എന്നുകൂടി ഖത്തർ പ്രധാനമന്ത്രിയോട് നെതന്യാഹു പറഞ്ഞതായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ്. കാരണം ഇനി ഏതെങ്കിലും അർത്ഥത്തിലൊരു യുദ്ധവിരാമ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിന് ഖേദപ്രകടനം വേണമെന്ന് നേരത്തെ തന്നെ ഖത്തർ വളരെ സുദൃഢമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ടിരുന്നു. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ആ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു. അതുമാത്രമല്ല, ഇത്തരം ആക്രമണങ്ങൾ ഒരു നിലയ്ക്കും ഇനി അനുവദിക്കുകയില്ല എന്ന് കൂടി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണകൂടം 21-ന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ കൂടിയാണ് ഖത്തറിനെതിരെ ഒരു നിലക്കുള്ള ആക്രമണവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാവുകയില്ല എന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഖത്തർ പ്രധാനമന്ത്രിയോട് നടത്തിയിരിക്കുന്ന മാപ്പഭ്യർത്ഥന ഖത്തർ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തുടർ നീക്കങ്ങൾ, മധ്യസ്ഥ ചർച്ചകൾ കുറെ കൂടി മുന്നോട്ട് പോകാനുള്ള ഈ കൂടിക്കാഴ്ച അവസാനിച്ച ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം, യുദ്ധവിരാമം സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാനിടയുണ്ടോ? ദിവ്യ, തീർച്ചയായിട്ടും ലോകം ഏറ്റവും താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്നത് കാര്യത്തിനാണ്. പക്ഷേ പിന്നിട്ട ഒരു വർഷത്തിനുള്ളിൽ 4ാം തവണയാണ് നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തുന്നതും ട്രംപുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത്. പല ഘട്ടങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. നെതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടനെ പറഞ്ഞത് ഒരാഴ്ചക്കകം ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു. പക്ഷേ ആ ഒരാഴ്ചയും മാസങ്ങളും പിന്നിട്ടിട്ട് ആ യുദ്ധം ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു രീതിയിൽ ആ വംശഹത്യ തുടരുന്ന ഏറ്റവും നടുക്കുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ലോകം ഇപ്പോൾ പോലും കടന്നു പോകുന്നത്. അതുകൊണ്ട് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഈ ചർച്ചയിലൂടെ ഇനി ഒരുപക്ഷെ യുദ്ധവിരുദ്ധവുമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ പോലും പ്രായോഗിക തലത്തിൽ അത് നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയുക സാധ്യമല്ല. കാരണം നെതന്യാഹു മുമ്പും പല ഘട്ടങ്ങളിലും ഈ വെടിനിർത്തൽ കരാർ അന്തിമഘട്ടത്തിലെത്തിയ സന്ദർഭത്തിൽ പോലും അതിനെ അട്ടിമറിക്കാനും ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ പുരോഗതി എത്രയുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ആത്മാർത്ഥമായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ 21-ന് ഒരു പദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പ്രകാരം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം എന്നത് നേരത്തെ ഈ ഗസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും പുറന്തള്ളി അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതിനെ ഇസ്രായേൽ പിന്തുണയ്ക്കുകയും ചെയ്തു.